2015 ബജാജിന്റെ കുട്ടി ഡീസൽ കോമ്പാക്ട് ഡബിൾ ആയിട്ട് വരുന്ന അല്ലേ, ഡബിൾ ഹെഡ്ലൈറ്റ് വരുന്ന വണ്ടിയാണ്. ഇതും കംപ്ലീറ്റ് പേപ്പറും കാര്യങ്ങളും ക്ലിയർ ആണ്. പേപ്പറൊക്കെ ക്ലിയർ ആണ്. അതേമാതിരി ബോഡി ഇറക്കി വണ്ടി, ബോഡി ഇറക്കിയിട്ട് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ തൂണുമ്പോ നല്ല വെറൈറ്റി സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ പണി എടുപ്പിച്ച് വെച്ചിരിക്കണ്. ഗ്ലാസ് മേലെ ചെറിയ കൂളിംഗ് ഒക്കെ ഉണ്ടല്ലേ. അല്ല കൊണ്ടെടുക്കാൻ പറ്റിയവർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണ്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇതിന് എത്ര ചോദിക്കണേ? ഇത് നമുക്ക് 1.60 ചോദിക്കണേ. ചെറിയ വില എന്തായാലും നമ്മൾ ചോദിക്കുന്ന പ്രൈസാണ് പറയുന്നത്. ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. നമ്മൾ എടുക്കാനായിട്ട് വരുന്നവരാണെങ്കിൽ എന്തായാലും റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അടവും സെറ്റ് ആക്കി കൊടുക്കണം. ഇത് 2013 മോഡല്. ഇത് പുതിയ പേപ്പർ നമ്മൾ എടുക്കാനുള്ളതാണ്. ഇപ്പൊ ബെൻഡിങ് തെറ്റി എടുക്കണം. അപ്പൊ നമ്മൾ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം. പുതിയ പണി എടുത്തിപ്പോ എടുക്കുന്ന ആൾക്ക് എന്തായാലും പുതിയ നോക്കാനില്ല. പിന്നെ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ മാറ്റിയതാണ്. ഫുള്ള് ബോഡി ഇറക്കി പണി 2013 അതേപോലെ ഫ്രണ്ടില് പുതിയ ടയറാണ് അല്ലേ. ഫ്രഷ് ടയറാണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. പക്ഷെ കാരണം എന്തായാലും നമുക്ക് 2-3 വട്ടം റീസോൾ എന്തായാലും ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒരു പോയിന്റ് തന്നെയാണ്. അതേപോലെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെ ഈ ഒരു തൂണിന്. വെറൈറ്റി സ്റ്റിക്കർ വെറൈറ്റി തന്നെയാണ്. നമുക്ക് അറിയാം ഈ ഒരു വർക്ക് എടുക്കാൻ തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. ഇത് ഏകദേശം എത്ര വരുന്നുണ്ട് അറിയാം? സ്റ്റിക്കർ ഇടാൻ തന്നെ 1300-1400 നമ്മളവിടെ 1500 റേഞ്ച് വരുന്നുണ്ട്. ചെറിയ അഡ്ജസ്റ്റ്മെന്റിൽ വരുന്നതാണ്. ഹോൾസെയിൽ ആയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും വരും. അപ്പോൾ അത്രയും നല്ല രീതിയിൽ പണി എടുപ്പിച്ച് വെച്ചിട്ടുള്ള വണ്ടിയാണ്. നമ്മൾ എത്ര ചോദിക്കണേ? ചോദ്യം 1.35 ചോദിക്കണം. 1.35 ആസ്കിംഗ് പ്രൈസ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. അടവും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി കൊടുക്കുന്നതാണ്. പിന്നെ നമ്മൾ വീഡിയോസ് കാണുമ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ചിലപ്പോൾ വീഡിയോസ് വന്ന് നമ്മൾ ഒരുപാട് ഡിലേ വന്നാൽ വണ്ടികൾ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. 2011 KL13 രജിസ്ട്രേഷനിലാണ്. ഇത് കംപ്ലീറ്റ് ബോഡി ഇറക്കി, ഫുള്ള് ബോഡി ഇറക്കി പേപ്പർ ഫുള്ള് ക്ലിയർ. ബ്രേക്ക് എടുത്തിട്ട് ഇപ്പോൾ 2 മാസമായിട്ട് ആയിട്ടുള്ളൂ. ജസ്റ്റ് 2 മാസമേ വണ്ടി പേപ്പർ എടുത്തിട്ടായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഏകദേശം 1 വർഷത്തോളം പേപ്പറുള്ള വണ്ടിയാണ്. ഫുള്ള് ബോഡി ഇറക്കി ഫുള്ള് പ്ലാറ്റ്ഫോമൊക്കെ മാറ്റി എല്ലാ പേച്ച് വർക്കും വുഡ് വർക്ക് അതേപോലെ സീറ്റ് എല്ലാം ചെയ്ത് കുട്ടപ്പനാക്കി നിർത്തിയിട്ടുള്ള വണ്ടിയാണ്. നമ്മൾ എത്ര ചോദിക്കണേ? ഇത് നമുക്ക് 98 ചോദിക്കണം. എന്തെങ്കിലും കമ്മി കൊടുക്കാം. 98 ആസ്കിംഗ് പ്രൈസ്. അതുപോലെ എല്ലാ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇനി എന്തെങ്കിലും ഇതിമേലൊന്നും നിങ്ങൾക്ക് ഇനി കൊണ്ട് എക്സ്ട്രാ വെക്കാണ്ടാവില്ല. എല്ലാം ചെയ്ത് വെച്ചിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ 98 ചോദിക്കുന്നത്. ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 2017 KL07 അല്ലേ, എറണാകുളം രജിസ്ട്രേഷനിലേക്ക് എന്ന വണ്ടിയാണ്. ഡബിൾ ഗണ്ണുള്ള ബജാജിന്റെ കോമ്പാക്ട് അല്ലേ. ഇത് പേപ്പർ എടുക്കാനുള്ളതാണ്. പേപ്പർ ഇപ്പൊ ഇനി അടുത്ത തിങ്കളാഴ്ച എടുക്കുന്നുണ്ട്. പുതിയ പേപ്പറിൽ കിട്ടും. 2 വർഷത്തെ പേപ്പർ ഉണ്ടാവില്ല. 2 വർഷം ഉണ്ടാവും. ഫുള്ള് ബോഡിയൊക്കെ ഇറക്കി ഫുള്ള് പണി എല്ലാ പണിയും കഴിപ്പിച്ച് നിർത്തിയാണ്. ഇനി ഒന്നും നോക്കണ്ട, ഡയറക്റ്റ് കൊണ്ടുപോയി ഓടുക. അത്ര പണിയുള്ളൂ. എത്ര ചോദിക്കണേ? ഇത് നമുക്ക് 1.7 ചോദിക്കുന്നത്. എന്തെങ്കിലും കമ്മി കൊടുക്കും. 1.70 ചോദിക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. ഇതിൽ ഇനി ഫിറ്റിംഗ്സ് എന്തെങ്കിലും വരാണ്ടോ? ഈ ഒരു കണ്ടീഷൻ അപ്പൊ നമ്മൾ ഈ കാണുന്ന ഒരു കണ്ടീഷൻ അല്ല, ഇതിൽ ഇനി എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ വരാനുണ്ട്. എല്ലാ ഓൺ അടക്കം ഉണ്ടാവില്ലേ, എല്ലാം ഉണ്ടാവും. അപ്പൊ ഈ കാണുന്നതിലും എല്ലാ സാധനവും ഇഞ്ഞും കയറാനുണ്ട്. അപ്പൊ ഈ കാണുന്നതിനേക്കാൾ ഒന്നുകൂടെ വൃത്തി ഉണ്ടാവും. അപ്പൊ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു. 2012 മോഡല്, 2012 പ്രൈവറ്റ് പേപ്പർ കാര്യങ്ങളൊക്കെ ഫുള്ള് ക്ലിയർ ആണ്. ഇത് 97 പറഞ്ഞത്. എന്തെങ്കിലും കമ്മി കൊടുക്കാം. ഇത് നമുക്ക് ഇനിയിപ്പോ എത്ര വരെ പേപ്പർ ഉണ്ടാവും? പേപ്പർ ടൈം ഉണ്ട്. 27-28 എന്തായാലും പേപ്പർ ഉണ്ട്. 2012 ആയതുകൊണ്ട് ഏകദേശം 27 വരെയൊക്കെ പേപ്പർ ഉണ്ട്. 27-28 എന്തായാലും പേപ്പർ ഉണ്ടാവും. ഇത് നമ്മൾ ബോഡി ഇറക്കിയാണ്. ബോഡി ഇറക്കി പാർട്ടി പണിയെടുത്ത് നമുക്ക് പാർട്ടിന്റെ പണിയെടുപ്പിച്ച ഒരു കണ്ടീഷനിൽ വാങ്ങിച്ചിട്ടുള്ളതാണ്. നല്ല കണ്ടീഷനുള്ള വണ്ടി തന്നെയാണ്. സീറ്റ് വർക്ക് ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ള വണ്ടി തന്നെയാണ്. നല്ല വൃത്തിയുള്ള ഒരു പിങ്ക് കളർ, ഒരു റോസ് പോലത്തെ ഒരു കളറാണ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും പ്രൈവറ്റ് വണ്ടി അന്വേഷിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ്. ഫിറ്റിംഗ്സ് ഒക്കെ ഉള്ള വണ്ടിയാണ്. റൂട്ട്സിൻ്റെ ഓൺ, അതേമാതിരി സൈഡ് ബമ്പർ, വീൽ കപ്പുകൾ, ബാക്ക് ബമ്പർ എല്ലാം ഉള്ള വണ്ടിയാണ്. ധൈര്യമായിട്ട് നല്ലൊരു കുട്ടപ്പനായിട്ട് കൊണ്ടുനടക്കാം. പ്രൈവറ്റ് വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എത്ര പറഞ്ഞു? 97 ആസ്കിംഗ് പ്രൈസ്. അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. നമുക്ക് അടവും ചെയ്ത് കൊടുക്കാം അല്ലേ. 2011 മോഡൽ. 2011 കുറച്ചൊരു പഴയ വണ്ടിയായിരുന്നു. ഒരു അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കിയിട്ട് കൊണ്ടെടുക്കണമെങ്കിൽ കുഴപ്പമില്ല. പിന്നെ പേപ്പർ കാര്യങ്ങൾ നമുക്ക് പുതിയത് എടുത്തു കൊടുക്കാം. റിന്യൂവൽ ആയി 1 വർഷമായിട്ട് ഉണ്ടാവും അല്ലേ. അപ്പൊ പുതിയൊരു എന്തായാലും ഒരു 5 വർഷത്തിന് പേപ്പർ കിട്ടുന്ന വണ്ടിയാണ്. അടുത്ത ഈ 1 വർഷത്തിൽ തന്നെ ആയിരിക്കും ഏകദേശം പേപ്പർ വരുന്നത്. നമ്മള് ഇതിന് എത്ര ചോദിക്കണേ? 58 ചോദിക്കുന്ന പ്രൈസ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും എന്തായാലും. ചെറിയൊരു പൈസ വരുന്നുള്ളൂ. അങ്ങനെ അത്ര വലിയൊരു എമൗണ്ട് ഒന്നും വരുന്നില്ല. ചെറിയൊരു പൈസക്ക് വണ്ടി എടുക്കാൻ പറ്റിയവർക്ക് പറ്റിയ ഒരു പ്രൈവറ്റ് നല്ല വണ്ടിയാണത്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഏകദേശം നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള വണ്ടികളൊക്കെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഗോഡൗണിൽ വണ്ടി കെടുക്കുന്നുണ്ട്. വണ്ടി പണിയെടുപ്പിക്കാൻ നിലവിൽ കെടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ അടുത്തൊരു ഇതിൽ കളക്ഷനിൽ കയറും. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ അടുത്ത നമുക്ക് കുറച്ച് കൂടുതൽ വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ പുതിയ മോഡൽ വണ്ടികളൊക്കെ വരും.
അതേപോലെ നമ്മളെ കാഴ്ചക്കാരൊക്കെ വന്നാൽ റേറ്റ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകം എന്തെങ്കിലും ഒരു ഇതാണല്ലോ. അപ്പൊ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ട് തന്നെ വരാം. ഓക്കെ, അപ്പൊ എന്തായാലും പ്രത്യേക ഒരു അഡ്ജസ്റ്റ്മെന്റ് കിട്ടുന്നതാണ്, ഇല്ലെങ്കിൽ ചോദിച്ചു മേടിച്ചോളാം. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഉണ്ടാവും. നമ്മുടെ വിനോദിനെ നമ്മളെ ഓട്ടോമേന്റെ സ്റ്റാഫ് തന്നെയാണ്. ഒന്ന് വന്ന് ചോദിക്കുക, കിട്ടിയില്ലെങ്കിൽ മേടിച്ചോളാം. ഓക്കെ, അപ്പൊ എന്തായാലും ഓക്കെ. ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തൊട്ട് താഴെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ചെയ്താൽ ഒരുപാട് ആളുകൾ ഇതേപോലെ വണ്ടി അന്വേഷിച്ച് നടക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ വീഡിയോ ഒന്ന് എത്താൻ സഹായിക്കും ഹൈപ്പ് ചെയ്താൽ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വരുന്നു. നമുക്ക് ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.